മട്ടന്നൂർ നഗരസഭയും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മാനവം 2024 സാംസ്കാരിക ഉത്സവത്തിന് തുടക്കമായി. ആദ്യ ദിനത്തിൽ നടന്ന അംഗനവാടി കലോത്സവം കൊഞ്ചൽ ശ്രദ്ധേയമായി. 28 വരെയാണ് സാംസ്കാരിക ഉത്സവം. മട്ടന്നൂർ നഗരസഭയിലെ 43 അംഗനവാടികളിൽ നിന്നുള്ള 500ഓളം കുട്ടികളാണ് കലോത്സവത്തിൽ പങ്കെടുത്തത്. മട്ടന്നൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന അംഗനവാടി കലോത്സവം കൊഞ്ചൽ കെ ശൈലജ MLA ഉദ്ഘാടനം ചെയ്തു. പക്ഷേ സ്റ്റേജിൽ കയറി നിന്ന് ആളെല്ലാം നിൽക്കുന്ന കണ്ടപ്പോൾ കുടുക്കി പിടിച്ച് അസ്തപ്രജ്ഞയായി നിന്നു അനങ്ങിയില്ല. അപ്പം അനങ്ങാണ്ട് നിന്നും ആളുകൾ കഴിച്ച് വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛമ്മ ഞാൻ അവിടുത്തെ നിലത്ത് വെച്ചിട്ട് ഡാൻസ് കളിക്കണമെന്ന് വിചാരിച്ചതാണ്. നോക്കുമ്പോൾ ആളെല്ലാം എന്നെ തന്നെ നോക്കുന്നു. അതുകൊണ്ട് ഞാൻ കുടുക്ക ആടെ വെച്ചിട്ടില്ല. അതും നമുക്ക് കേൾക്കാനൊരു രസമാണ്. കുട്ടികളെ നമ്മൾ സഹായിക്കുകയോ ചെയ്യാൻ നിർബന്ധിക്കുകയോ ഒന്നും ചെയ്യണ്ട. കുട്ടികൾ പലതരത്തിൽ, ചില കുട്ടികൾ ജന്മനാ തന്നെ വളരെ ആവേശത്തോടുകൂടി ചെയ്യുന്നവരുണ്ടാകും, ചിലർ അത്രത്തോളം ഉണ്ടായിട്ട് വരില്ല. പക്ഷേ എല്ലാം ഒരു രസമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. മട്ടന്നൂർ നഗരസഭയും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മാനവം 2024 സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായിരുന്നു പരിപാടി. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പ്രസീന അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ എൻ ഷാദിദ്, ICDS സൂപ്പർവൈസർ ദീപ തോമസ്, കൌൺസിലർമാരായ എ മധുസൂദനൻ, ഇ ശ്രീജേഷ്, പി പ്രമിജ, VM സീമ തുടങ്ങിയവർ സംസാരിച്ചു. നാളെ അരങ്ങ് കുടുംബശ്രീ കലോത്സവം രാവിലെ 10 മണി മുതൽ മാനവം ഗ്രൗണ്ടിൽ നടക്കും. സിനിമാ താരം നിഹാരിക S. മോഹൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മാനവം 2024 സാംസ്കാരികോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ നിർവഹിക്കും. വിവിധ ദിവസങ്ങളിലായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്കായി കഥ, കവിത, ശില്പശാല, സാഹിത്യോത്സവം, ഹരിതകർമ്മ സേനാംഗങ്ങൾ അവതരിപ്പിക്കുന്ന ഹരിതായനം, സംഗീതശില്പം, ബാലസഭ, ഭിന്നശേഷി കലാമേള, മട്ടന്നൂർ നഗരസഭയിലെ മുൻ ജനപ്രതിനിധികളുടെ സംഗമം തുടങ്ങിയവയും നടക്കും. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.